പേടി കലർന്ന ബഹുമാനം. സാർ എന്ന് പറഞ്ഞാൽ ഒരു ഭയമുണ്ട്, ആളുകൾക്ക് അടുക്കാൻ, ഒരു ആശയം പറയാൻ ഒരു ഭയമുണ്ട്, അങ്ങനെ പൊതുവിലൊരു അഭിപ്രായം രൂപപ്പെട്ടിരുന്നു. അതിനെപ്പറ്റി അറിവുണ്ടായിരുന്നു? ഇല്ല, അതുകൊണ്ട് അതെനിക്ക് തോന്നുന്നു. ഞാൻ ഈ പണ്ടില്ലേ വാദ്യാരായിരുന്നല്ലോ, അപ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ പിള്ളേരെ പഠിപ്പിച്ച ഒരു സംഗതി കിടപ്പുണ്ട്. ഇപ്പോൾ ഏത് പ്രായം അതല്ലേ, അപ്പോൾ 2 വർഷം അത് പഠിച്ച് വന്ന് കഴിഞ്ഞ് ഒന്ന് ക്ലാസ്സിലിരുന്ന് പഠിച്ചത്, അത് കഴിഞ്ഞ് നേരെ 2 വർഷം കോളേജിൽ ലെക്ചറായിരുന്നപ്പോൾ എൻ്റെ മുമ്പേ ഇരിക്കുന്ന എല്ലാം കുട്ടികളല്ലേ, അവരുമായിട്ടാണ് ഈ 2 വർഷവും സംബന്ധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മനസ്സിൽ കിടന്നതാണോ എന്ന് സംശയമുണ്ട്. പിന്നെ വീട്ടിലാണെങ്കിലും അതെ, എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് 4 സിസ്റ്റേഴ്സാണ്, അത് 4ഉം ഇളയത്. അപ്പോൾ എനിക്ക് ചേട്ടനില്ല, അമ്മാവനില്ല, അച്ഛനുണ്ടായിരുന്ന. അച്ഛൻ പലപ്പോഴും വീടിന് പുറത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതൊക്കെ എപ്പോഴും 24 മണിക്കൂറും അല്ല, ഒരു മാസത്തിൽ. ആദ്യമൊക്കെ അച്ഛൻ മാസത്തിലൊരിക്കൽ 2 മാസത്തിലൊരിക്കലൊക്കെ 2 ദിവസത്തേക്ക് വരെ ഉണ്ടായിരുന്നില്ല. അച്ഛൻ പല സ്ഥലത്താണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ കൂടി തന്നെ ഒരുമാതിരി ഒരു അധ്യാപകൻ എൻ്റെ മനസ്സിൽ കയറി, ഈ പിള്ളേരുടെ ഒരു അധ്യാപകൻ വീട്ടിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ കോളേജിൽ എനിക്ക് തോന്നുന്നു ആ ഏജിൽ, ആ പ്രായത്തിൽ കടന്നുകൂടിയ അധ്യാപകനായിരിക്കും ഈ കുഴപ്പമുണ്ടാക്കിയത്.